എല്ലാ അവഗണനകളും സഹിച്ചുകൊണ്ട് ഒലിവർ 8-10 മാസം മാത്രമാണ് പള്ളി വകയായുള്ള ആ മന്ദിരത്തിൽ കഴിഞ്ഞുകൂടിയത്. അവനെപ്പോലുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാർ പള്ളി അധികാരികളെയും അവർ അവിടെ നിന്നും ഉന്നത അധികാര കേന്ദ്രങ്ങളിലേക്കും നിരന്തരം അറിയിച്ചുകൊണ്ടിരുന്നു. ഒലിവറിൻ്റെ സംരക്ഷണം അനാഥാലയവുമായി അടുപ്പമുള്ള ഏതെങ്കിലും സ്ത്രീകളെ ഏൽപ്പിക്കാൻ മേൽഘടകം നിർദ്ദേശിച്ചെങ്കിലും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അവർക്കായില്ല. ഒടുവിൽ അവർ ഒലിവറിനെ പള്ളിയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ഒലിവർ ട്വിസ്റ്റിനെ മിസ്സിസ് മാൻ എന്നു പേരുള്ള വിധവയായ ഒരു സ്ത്രീ നടത്തിയിരുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പള്ളിയുടെ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് താൽക്കാലികമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് മിസ്സിസ് മാൻ ആ സ്ഥാപനം നടത്തിയിരുന്നത്. ചെറുകുറ്റങ്ങൾ ചെയ്തിരുന്ന 20-30 കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരുന്ന ഒരു ദുർഗുണ പരിഹാര പാഠശാലയായിരുന്നു ആ സ്ഥാപനം. ആഴ്ചയിൽ ഒരു കുട്ടിക്ക് 7.5 പെൻസ് എന്ന കണക്കിനാണ് ഇടവക മിസ്സിസ് മാനിന് പ്രതിഫലമായി നൽകിയിരുന്നത്. എല്ലാ ക്രൂരതകളുടെയും പര്യായമായിരുന്നു മിസ്സിസ് മാൻ. കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി 7.5 പെൻസ് അവർ കൃത്യമായി വാങ്ങിയിരുന്നെങ്കിലും അതിൻ്റെ പകുതി പോലും അവർക്കായി ചെലവഴിച്ചില്ല. കുട്ടികൾക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായതിലധികം ഭക്ഷണം നൽകിയാൽ അവർ കൊടും കുറ്റവാളികളായി മാറുമെന്ന ഒരു വികലമായ കണ്ടുപിടുത്തം ഈ സ്ത്രീ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ നീതിബോധമുള്ള നല്ല കുട്ടികളാക്കി മാറ്റാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം അവർക്ക് ഭക്ഷണം എത്ര കുറച്ച് നൽകാമോ അതാണ് നല്ലതെന്ന ഒരു മഹത്തായ സിദ്ധാന്തവും അവർ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാം ദുരന്തഫലം അനുഭവിച്ചത് അവിടെ അടയ്ക്കപ്പെട്ട പാവം കുട്ടികളാണ്. അവർ ഓരോ ദിവസം കഴിയും തോറും എല്ലും തോലുമായി മാറിക്കൊണ്ടിരുന്നു. അവർ എത്രമാത്രം ശോഷിക്കുന്നുവോ അതിനനുസരിച്ച് മിസ്സിസ് മാനിൻ്റെ സമ്പാദ്യം കൂടിക്കൂടി വന്നു. കുട്ടിക്കുറ്റവാളികൾ നന്നാകണമെങ്കിൽ അവരെ ക്രൂരമായി ശിക്ഷിക്കണമെന്ന ഒരു തത്വവും മിസ്സിസ് മാനിൻ്റെ വകയായിട്ടുണ്ടായിരുന്നു. ഏറ്റവും നിസ്സാരമായ തെറ്റുകൾക്ക് പോലും അവർ കുട്ടികളെ ക്രൂരമായ ശിക്ഷകൾക്ക് വിധേയമാക്കി. അങ്ങനെ മിസ്സിസ് മാനിൻ്റെ അനാഥ മന്ദിരം അവിടേക്ക് എത്തപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നരകത്തേക്കാൾ ഭീകരമായ ഒരിടമായി അവശേഷിച്ചു. അത്തരമൊരു സ്ഥലത്തേക്കാണ് 9-10 മാസം മാത്രം പ്രായം വരുന്ന ഒലിവർ ട്വിസ്റ്റിനെ മാറ്റിപ്പാർപ്പിക്കാൻ പള്ളി അധികാരികൾ തീരുമാനിച്ചത്. എല്ലാത്തരം പീഡനങ്ങളും ഏറ്റുവാങ്ങി അങ്ങനെ 9 വർഷക്കാലം ഒലിവർ ട്വിസ്റ്റ് മിസ്സിസ് മാനിൻ്റെ ആ ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിഞ്ഞുകൂടി. അപ്പോഴേക്കും അവൻ എല്ലും തോലും മാത്രമായി അവശേഷിച്ചിരുന്നു. എങ്കിലും അസാധാരണമായ മനക്കരുത്തിൻ്റെ ഉടമയായിട്ടാണ് അവൻ വളർന്നു വന്നത്. ഒരുപക്ഷെ ഇത്തരമൊരു മാനസികാവസ്ഥ പ്രകൃതിയും ജീവിതാനുഭവങ്ങളും അവന് സമ്മാനിച്ചതാകാം. അവനേക്കാൾ മുതിർന്നവരായ മറ്റു കുട്ടികൾക്കാർക്കും ഇല്ലാതിരുന്ന സഹനശക്തിയും മനസാന്നിധ്യവും കുഞ്ഞു ഒലിവർക്ക് സ്വന്തമായിരുന്നു. അന്നത്തെ ദിവസം അവൻ ഈ ഭൂമിയിലേക്ക് എത്തിയിട്ട് 9 വർഷം തികയുകയാണ്. അവൻ്റെ 9ാം ജന്മദിനമായിരുന്നു അന്ന്. 9ാം ജന്മദിനത്തിനും അവൻ മിസ്സിസ് മാനിൻ്റെ ക്രൂരതകൾക്ക് വിധേയനായി. അവനോടൊപ്പം അന്നേ ദിവസം 2 മുതിർന്ന കുട്ടികളും ശിക്ഷിക്കപ്പെട്ടിരുന്നു. പീഡനത്തിന് ശേഷം അവനെയും കൂട്ടുകാരെയും കരിക്കട്ടകൾ കൂട്ടിയിട്ടിരുന്ന വിറകുപുരയിലാണ് അടച്ചിട്ടിരുന്നത്. ആ ദുഷ്ട സ്ത്രീ തന്നെയാണ് പൊതിരെ തല്ലിയതിനു ശേഷം അവരെ 3 പേരെയും വലിച്ചിഴച്ച് വിറകുപുരയിൽ തള്ളിയത്. അവർ അന്നേ ദിവസം ചെയ്തു പോയ കഠിനമായ തെറ്റ് എന്താണെന്ന് വെച്ചാൽ വിശക്കുന്നുവെന്ന് പറഞ്ഞതാണ്. ഇനിമേലിൽ മറ്റൊരാളും അങ്ങനെ പറയാതിരിക്കാൻ കൂടിയാണ് മിസ്സിസ് മാൻ അവർക്ക് നേരെ കഠിനമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കിയത്. എല്ലാവർക്കും അതൊരു പാഠമായിരിക്കണമെന്ന മുന്നറിയിപ്പും അവർ നൽകാൻ മറന്നില്ല. കുട്ടികളെ 3 പേരെയും വിറകുപുരയിൽ തള്ളിയതിനു ശേഷം തികച്ചും സന്തോഷത്തോടെ മിസ്സിസ് മാൻ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഗേറ്റിൽ ആരോ ശക്തിയായി അടിക്കുന്നത് കേട്ടത്. മിസ്റ്റർ ബംബിൾ ആയിരുന്നു അത്. പള്ളിയുടെ അധികാരപരിധിയിലുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ചിരുന്നത് ഈ മനുഷ്യനായിരുന്നു. ഒരു പമ്പര വിഡ്ഢി. പൊങ്ങച്ചവും പെട്ടെന്ന് കുപിതനാവുകയും ചെയ്യുക എന്നത് ജന്മസിദ്ധമായി കിട്ടിയ ഒരു മനുഷ്യനാണ് ബംബിൾ. താൻ എത്തിയ സമയത്ത് മിസ്സിസ് മാനിൻ്റെ കെട്ടിടത്തിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടന്നതിന് കാരണം തന്നെ അപമാനിക്കാൻ അവർ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ആ പമ്പര വെടിയായ മനുഷ്യൻ സ്വയം വിശ്വസിച്ചു. അതുകൊണ്ടാണ് അയാൾ ഗേറ്റിൽ തൻ്റെ കയ്യിലിരുന്ന മുളവടി കൊണ്ട് അടിക്കുകയും ബൂട്ടിട്ട കാലുകൾ ഉയർത്തി ചവിട്ടുകയും അതിനോടൊപ്പം മിസ്സിസ് മാനിനെ പുളിച്ചു തെറികൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. ബംബിളിനെ കണ്ടപാട് മിസ്സിസ് മാൻ ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നീട് മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് എൻ്റെ ദൈവമേ, ഇത് ബംബിൾ സാർ അല്ലയോ എന്ന് നിലവിളിച്ചുകൊണ്ട് ദാ ഇപ്പോഴെത്താമേ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് തല പിൻവലിച്ചു. പിന്നെയും കുറച്ചു നേരം കൂടി ബംബിളിന് ആ ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം ഇതായിരുന്നു. അപ്രതീക്ഷിതമായി മേലധികാരിയെ കണ്ട അവർ പരിഭ്രമത്തിലായി. വിറകുപുരയിൽ കെട്ടിയിട്ടിരിക്കുന്നവരെ മോചിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊണ്ടുവരാൻ മുതിർന്ന കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടി വന്നതുകൊണ്ടാണ് അവർക്ക് ഗേറ്റിലേക്ക് എത്താൻ താമസം നേരിട്ടത്.
ബംബിൾ ആകെ കലിതുള്ളി നിൽക്കുകയാണ്. അയാൾ ഒച്ച വെച്ചു, മിസ്സിസ് മാൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ പ്രവൃത്തി ഉചിതമാണെന്ന്? ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ഒരു അധികാരിയായ ഞാൻ ഇവിടെ നിങ്ങളുടെ ഗേറ്റിന് മുന്നിൽ അത് തുറക്കുന്നതിനായി കാത്തു നിൽക്കണോ? നിങ്ങൾക്ക് പള്ളിയിൽ നിന്നും കൃത്യമായി പ്രതിഫലം നൽകുന്നുണ്ടല്ലോ. മിസ്റ്റർ ബംബിൾ സാർ, ക്ഷമിക്കണം. കുട്ടികളുടെ സുരക്ഷിതത്വത്തെ കരുതിയാണ് ഗേറ്റ് പൂട്ടിയിടുന്നത്. പിന്നെ ഞാൻ താമസിച്ചത് താങ്കളുടെ പൊന്നോമനകളോട് അവരുടെ പ്രിയപ്പെട്ട ബംബിൾ സാർ എത്തിയിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കേണ്ടതും അനിവാര്യമായിരുന്നു. കുതന്ത്രശാലിയായ ആ സ്ത്രീ ഒരു പെരും കള്ളം വെച്ച് കാച്ചി. പൊങ്ങച്ചക്കാരനായ കപ്പിയാരുടെ കോപം തണുപ്പിക്കാനുള്ള ചെപ്പടി വിദ്യയൊക്കെ ഇതിനോടകം തന്നെ അവർക്ക് വശമായി കഴിഞ്ഞിരുന്നു. അവരുടെ തേനിൽ ചാലിച്ച വർത്തമാനം കേട്ടതോടെ കപ്പ്യാരച്ചൻ്റെ കോപം മാറിത്തണുത്തു. അവർ ഗേറ്റിൻ്റെ കുറ്റി എടുത്തു മാറ്റിയ ശേഷം കപ്പ്യാരെ അകത്തേക്ക് ആനയിച്ചു. വളരെ നല്ലത് മിസ്സിസ് മാൻ, നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരി, എനിക്ക് നിങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മിസ്സിസ് മാൻ അയാളെ നിലത്ത് തറയോടുകൾ പാകിയ ഒരു മുറിയിലേക്കാണ് കൊണ്ടുപോയത്. അഗ്രം തടിച്ച ചൂരൽ വടി അലസമായി കറക്കിക്കൊണ്ടും ഇടയ്ക്കിടെ തലയിലെ തൊപ്പി നേരെയാക്കിയും കൊഴുത്തുരുണ്ട ഒരു താറാവ് നടക്കുന്നത് പോലെ അയാൾ മിസ്സിസ് മാനിൻ്റെ പിന്നാലെ നടന്നു. തൻ്റെ കീഴ്ജീവനക്കാരി ചൂണ്ടിക്കാണിച്ച കസേരയിലേക്ക് ഇരിക്കുന്നതിന് മുമ്പായി തന്നെ അയാൾ തൊപ്പിയും ചൂരൽ വടിയും അടുത്ത് കണ്ട മേശമേൽ വെച്ചിരുന്നു. തുടർന്ന് തൂവാലയെടുത്ത് നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ തുടച്ചു മാറ്റിക്കൊണ്ട് അയാൾ ചിരിച്ചു. അതെ, കപ്പിയാരും ചിരിക്കുകയാണ്. അയാളും ഒരു മനുഷ്യനാണ്. ഈ സമയമൊക്കെയും ഔദ്യോഗികമായ തൻ്റെ മേനി നടിക്കാനും അയാൾ മറന്നിരുന്നില്ല. മിസ്സിസ് മാൻ കൂടുതൽ വിനയം നടിച്ചുകൊണ്ട് ബംബിളിനോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് കോപിക്കരുത്. അങ്ങ് വളരെയേറെ നടന്നിരിക്കുന്നതിനാൽ നന്നായി ക്ഷീണിച്ചിട്ടുമുണ്ട്. ശരീരത്തെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ അല്പം ചൂടുള്ളതെന്തെങ്കിലും എടുക്കുന്നതിനെ അങ്ങ് എന്നെ തടസ്സപ്പെടുത്തരുത്. വേണ്ട വേണ്ട, ഒരു തുള്ളി പോലും ഇപ്പോൾ വേണ്ട. മിസ്റ്റർ ബംബിൾ തൻ്റെ തടിച്ചു കുറുകിയ വലതുകൈ ഉയർത്തിപ്പിടിച്ചും ശരീരത്തെ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചും നിഷേധഭാവത്തിൽ പ്രതികരിച്ചു. തൻ്റെ ഔദ്യോഗിക പദവിയുടെ ധാർഷ്ട്യം അയാളിൽ നിഴലിച്ചിരുന്നു. അയാളുടെ ശരീരഭാഷയും സംസാരത്തിൻ്റെ രീതിയും മനസ്സിലാക്കാൻ മിസ്സിസ് മാനിനെപ്പോലുള്ള ഒരു സ്ത്രീക്ക് വേഗം കഴിയുമായിരുന്നു. അവർ വീണ്ടും പറഞ്ഞു, കൂടുതലൊന്നും വേണ്ട മിസ്റ്റർ ബംബിൾ സാർ, അല്പം മാത്രം. ബംബിൾ ചിരിച്ചു. മിസ്സിസ് മാൻ ഉടൻ തന്നെ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ഒരു തടിയലമാര വലിച്ചു തുറന്ന് ഒരു കുപ്പിയും ഗ്ലാസും എടുത്ത് ബംബിളിൻ്റെ മുന്നിലുള്ള മേശമേൽ വെച്ചു. ബംബിൾ സാർ, ഇത് ജിന്നാണ്, ഏറ്റവും മുന്തിയത് തന്നെ. മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്ന് മിക്സ് ചെയ്യുന്നതിനിടയിൽ മിസ്സിസ് മാൻ അഭിമാനത്തോടെ പറഞ്ഞു. അനാഥാലയത്തിനുള്ളിൽ മദ്യം സൂക്ഷിക്കുന്നത് ശരിയാണോ എന്ന മുഖവുരയോടെയാണ് ബംബിൾ ഗ്ലാസ് തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചത്. താനൊരു മാന്യയായ സ്ത്രീയാണെന്നും കുട്ടികൾക്ക് വയറിന് അസുഖമുണ്ടാകുമ്പോൾ കൊടുക്കാനായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞപ്പോൾ ബംബിളിൻ്റെ മുഖത്ത് മിസ്സിസ് മാനിനെക്കുറിച്ച് അഭിമാനം തോന്നി. പകുതി മദ്യം അവശേഷിപ്പിച്ച ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മിസ്റ്റർ ബംബിൾ മിസ്സിസ് മാനിൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇനി നമുക്ക് ഔദ്യോഗിക കാര്യത്തിലേക്ക് വരാം. ബംബിൾ തൻ്റെ കീശയിൽ നിന്നും തോലിൻ്റെ പുറംചട്ടയുള്ള ഒരു കൊച്ചു ഡയറി എടുത്ത് താളുകൾ മറിച്ചിട്ട് മിസ്സിസ് മാനിനെ നോക്കി. ഇന്നേക്ക് 9 വർഷങ്ങൾക്ക് മുൻപ് അർദ്ധജ്ഞാനസ്നാനം ചെയ്യിച്ച ഒലിവർ ട്വിസ്റ്റ് എന്നു പേരുള്ള ഒരു അനാഥച്ചക്കനെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. തൻ്റെ ഏപ്രിലിൻ്റെ തലപ്പുയർത്തി നിറഞ്ഞു വന്ന ഇടത് കണ്ണ് തുടച്ചുകൊണ്ട് മിസ്സിസ് മാൻ പറഞ്ഞു, ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. ബംബിൾ തുടർന്നു, അവൻ്റെ രക്ഷിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി പള്ളി നിരവധി വഴികൾ തേടിയിരുന്നു. അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരെങ്കിലും അറിയിച്ചാൽ അവർക്ക് പ്രതിഫലമായി ആദ്യം 10 പൗണ്ട് വരെയും പിന്നീടത് 20 പൗണ്ടായും വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഫലം നിരാശയായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നോ എന്തായിരുന്നുവെന്നോ ഇന്നും നിശ്ചയമില്ല. അതുകൊണ്ട് ഒലിവർ ട്വിസ്റ്റിനെ പള്ളി കമ്മിറ്റി ഒരു അനാഥനായി അംഗീകരിച്ചിരിക്കുന്നു. മിസ്സിസ് മാൻ ഏറെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ണുനീർ തൂവുകയും കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയും തല ആകാശത്തേക്ക് നീട്ടിപ്പിടിച്ചും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തിട്ട് അല്പനേരം മൗനിയായി. പിന്നെ അടുത്തുണ്ടായിരുന്ന കസേര ബംബിളിൻ്റെ നേർക്ക് വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു, മിസ്റ്റർ ബംബിൾ സാർ, പിന്നെ എങ്ങനെയാണ് അവനെ ഒലിവർ ട്വിസ്റ്റ് എന്ന് നാമകരണം ചെയ്തത്? അങ്ങനെയൊരു പേര് അവനായി നൽകിയത് ഈ ഞാൻ തന്നെയാണ്. ഇത് പറയുമ്പോൾ അയാൾ കൂടുതൽ അഭിമാനം പ്രകടിപ്പിച്ചിരുന്നു. എന്ത്, അത് നിങ്ങളാണെന്നോ? മിസ്സിസ് മാൻ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതെ മിസ്സിസ് മാൻ, അത് ഞാൻ തന്നെയാണ്. തുടർന്ന് ബംബിൾ എങ്ങനെയാണ് ഒലിവർ ട്വിസ്റ്റ് എന്ന പേരിലേക്ക് ചെന്നെത്തിയതെന്ന് അഭിമാനത്തോടെ വിശദീകരിക്കാൻ തുടങ്ങി. മിസ്സിസ് മാൻ, നാം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അക്ഷരമാലാ ക്രമത്തിലാണല്ലോ പേരുകളിടുന്നത്. എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളുടെ ക്രമത്തിൽ തന്നെ. ഇവന് മുന്നേ എത്തിയവൻ്റെ ഊഴം എസ് അക്ഷരത്തിലായിരുന്നു. ഞാൻ അവന് സ്വാബിൾ എന്ന് പേരിട്ടു. പിന്നീട് ഇവനെത്തിയപ്പോൾ ടി എന്ന അക്ഷരത്തിൻ്റെ ഊഴമായി.
ഞാൻ അവന് ടിസ്റ്റ് എന്ന് വിളിച്ചു. ടിസ്റ്റിന് മുന്നിൽ ഒലിവർ എന്നുകൂടി കൂട്ടിച്ചേർത്തു. പിന്നീട് വന്നവൻ യു, അവൻ അൺവിൻ എന്ന പേരിലും അതിനടുത്തായി വന്നവൻ വിൽക്കിൻസ് എന്ന പേരിലും അറിയപ്പെട്ടു. ഇങ്ങനെ അവസാനത്തെ അക്ഷരമായ ഇസഡ് വരെ ഞാൻ പേരുകൾ ഒരുക്കി വെച്ചിരിക്കും. ഇസഡ് കഴിഞ്ഞാൽ വീണ്ടും എയിൽ ആരംഭിക്കും. ഹോ, താങ്കളൊരു പ്രതിഭാശാലിയായ സാഹിത്യകാരൻ തന്നെ. എന്തൊരു മഹത്തായ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. മിസ്സിസ് മാൻ പുകഴ്ത്താവുന്നതിൻ്റെ അപ്പുറം ബംബിളിനെ പുകഴ്ത്തി. താൻ ആയതിന് അർഹനാണെന്ന ഭാവത്തോടെ അയാൾ തലകുലുക്കി. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് വീണ്ടും മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്ന് വലിച്ചു കുടിച്ചുകൊണ്ട് തുടർന്നു. അക്കാര്യം വിട്ടേക്കൂ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒലിവറിന് ഇപ്പോൾ 10 വയസ്സ് തുടങ്ങിയിരിക്കുന്നു. പള്ളിയുടെ നിയമാവലി അനുസരിച്ച് ഇനിയും അവനെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ എന്നോടൊപ്പം തിരിച്ചയക്കണം. അവനെ ഇനി മാറ്റേണ്ടത് ഒരു തൊഴിൽ പരിശീലന കേന്ദ്രത്തിലേക്കാണ്. അതിനുള്ള അനുമതി ഇന്ന് തന്നെ പള്ളി അധികാരികളിൽ നിന്നും വാങ്ങേണ്ടതുണ്ട്. ഇന്ന് പള്ളിക്കമ്മിറ്റി കൂടുന്നുണ്ട്. അവനെ ഇന്ന് തന്നെ അവർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതിനാൽ ഇപ്പോൾ തന്നെ അവനെ എൻ്റെ മുന്നിൽ ഹാജരാക്കുക. അങ്ങനെയാവാം എന്ന് പ്രതികരിച്ചിട്ട് മിസ്സിസ് മാൻ മുറിവിട്ടുപോയി. ഈ സമയത്തിനകം തന്നെ വിറകുപുരയിൽ കഴിഞ്ഞിരുന്ന അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സിസ് മാനിൻ്റെ പിന്നിലായി നടന്ന് അവൻ സ്വീകരണ മുറിയിൽ ബംബിളിൻ്റെ അടുത്തെത്തി. മിസ്സിസ് മാൻ പറഞ്ഞത് പ്രകാരം അവൻ ബംബിളിൻ്റെ മുന്നിൽ ആദരവോടെ ശിരസ് കുനിച്ചു. ബംബിൾ അധികാരഗർവോടെയും എന്നാൽ സ്നേഹം തോന്നിപ്പിക്കുന്ന വിധത്തിലും ചോദിച്ചു, ഒലിവർ, നീ എന്നോടൊപ്പം പോരുന്നുണ്ടോ? ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനായി ആരുടെ കൂടെ വേണമെങ്കിലും പോരാൻ ഒരുക്കമാണെന്ന് പറയാനാണ് ഒലിവറിന് നാവ് തോന്നിയത്. എന്നാൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി അവൻ ബംബിളിൻ്റെ കസേരയ്ക്ക് പിന്നിൽ നിന്നിരുന്ന മിസ്സിസ് മാനിൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ അവനെ തുറിച്ചു നോക്കുകയും കൈകൾ ഉയർത്തി എന്തെല്ലാമോ ആംഗ്യം കാണിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൻ ദയനീയമായി ബംബിളിനോട് ചോദിച്ചു, ഈ സ്ത്രീയും എന്നോടൊപ്പം വരുമോ? ഇല്ല, അവർക്ക് നിന്നോടൊപ്പം വരാനാവില്ല. എന്നാൽ സമയം കിട്ടുമ്പോൾ അവർ നിന്നെ അങ്ങോട്ട് വന്ന് കാണുന്നതാണ്. ബംബിൾ രാജകീയ പ്രൗഢിയോടെ തന്നെ മറുപടി പറഞ്ഞു. ബംബിൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒലിവർ ട്വിസ്റ്റ് ഞെട്ടിപ്പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഈ നശിച്ച സ്ത്രീ തൻ്റെ ജീവിതത്തിൽ നിന്നും ഇനിയും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്നോർത്താണ് കുഞ്ഞൊലിവർ കരഞ്ഞത്. അവൻ അവരിൽ നിന്നും തൊട്ടടുത്ത നിമിഷം വരെയും അനുഭവിച്ച കൊടിയ പീഡനങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവരോട് അവന് വല്ലാത്ത വെറുപ്പാണ് തോന്നിയത്. അത്തരം സാഹചര്യങ്ങളിൽ അവനെന്നല്ല ആരും സ്വാഭാവികമായി തന്നെ കരഞ്ഞുപോകും. എന്നാൽ അവൻ കരയുന്നത് തന്നെ വിട്ടുപോകുന്നത് കൊണ്ടുള്ള സങ്കടത്താലാണെന്ന് പറഞ്ഞ് മിസ്സിസ് മാൻ അവനെ കെട്ടിപ്പിടിക്കുകയും തുരുതുരെ ചുംബിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അന്നേ ദിവസം അവന് പതിവായി നൽകുന്നതിലും കൂടുതൽ ബ്രെഡും വെണ്ണയും നൽകി. ആദ്യമായിട്ടാണ് അവൻ്റെ വിശപ്പടക്കാനും മാത്രം ഭക്ഷണം കിട്ടുന്നത്. കടിച്ചുകൊണ്ടിരുന്ന വരണ്ട ബ്രെഡുമായി മഞ്ഞ നിറം വീണ പള്ളിത്തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ട് ഒലിവർ ബംബ്ലറുടെ പിന്നാലെ ഇറങ്ങി. ആ നരകവീടിൻ്റെ വാതിലുകൾ അവന് പിന്നിലടഞ്ഞു. സ്നേഹമെന്തെന്നറിയാത്ത, സന്തോഷമെന്തെന്നറിയാത്ത ആ വീട്ടിൽ കൊടിയ പീഡനങ്ങൾ സഹിച്ച് 9 വർഷങ്ങൾ അവൻ കഴിഞ്ഞുകൂടി. അപ്പോഴും അവൻ്റെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കാലമത്രയും അവൻ്റെ ലോകം ആ വീടായിരുന്നു. അവനോടൊപ്പം എല്ലാ ക്രൂരതകളും സഹിച്ച് അവിടെ കഴിഞ്ഞുകൂടിയ കൂട്ടുകാരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇപ്പോൾ അവനെ കരയിക്കുന്നത്. അവർ മാത്രമാണ് ഈ ലോകത്ത് അവൻ അറിയാവുന്ന ബന്ധുക്കൾ. വിശാലമായി ഈ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൻ ഏകനായി മാറി. അത് അവൻ്റെ ഉള്ളുലയ്ക്കാൻ മാത്രം പര്യാപ്തമായിരുന്നു. മിസ്റ്റർ ബംബിളാകട്ടെ തൻ്റെ തടിച്ച കാലുകൾ നീട്ടി വലിച്ചാണ് നടന്നിരുന്നത്. അയാൾക്കൊപ്പമെത്താൻ പാവം ഒലിവറിന് പലപ്പോഴും ഓടേണ്ടി വന്നു. അവൻ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോഴും അയാളുടെ നീളൻ കുപ്പായത്തിൻ്റെ അഗ്രഭാഗത്തുള്ള സ്വർണ്ണക്കുടുക്കിലേക്കും അയാളുടെ തൊപ്പിയിലേക്കും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവനൊരു നിശ്ചയവുമില്ലായിരുന്നു. ഇനി തൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നും അവൻ അറിയില്ലായിരുന്നു. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു കെട്ടിടത്തിൻ്റെ മുന്നിലെത്തി. ബോർഡ് അധികാരികളുടെ സമ്മേളനം ഉടൻ ആ കെട്ടിടത്തിൽ ഉണ്ടാകുമെന്നും ആ ബോർഡിന് മുന്നിൽ നിന്നെ ഉടൻ ഹാജരാക്കുമെന്നും അയാൾ ഒലിവറോട് പറഞ്ഞു. ബോർഡെന്ന് വെച്ചാൽ എന്താണെന്ന് നിശ്ചയമില്ലാതെ അവൻ അമ്പരപ്പോടെ അവിടെ നിന്നു. അവന് കരയണമെന്നോ ചിരിക്കണമെന്നോ അറിയില്ലായിരുന്നു. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷ അവനിൽ അങ്കുരിച്ചിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിച്ചു നിൽക്കുവാനുള്ള സമയം അവന് കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ മിസ്റ്റർ ബംബിളിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുളവടിയുടെ അഗ്രം അവൻ്റെ തലയിൽ പതിച്ചു കഴിഞ്ഞിരുന്നു. അവനെ ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർത്താനായിരുന്നു ആ അടി. രണ്ടാമത്തെ അടി വീണത് അവൻ്റെ മുതുകത്താണ്. ബോർഡിന് മുന്നിൽ ഹാജരാകാനുള്ള സമയമായിരിക്കുന്നെന്ന് അവനെ ബോധ്യപ്പെടുത്താനാണ് രണ്ടാമതും അടിച്ചത്. അയാൾ അവനെ തള്ളിക്കൊണ്ട് വെള്ളച്ചായമടിച്ചിരുന്ന മറ്റൊരു വലിയ ഹാളിലേക്കാണ് പോയത്. അവിടെ 8-10 തടിയന്മാരായ മനുഷ്യർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു.
അതിൻ്റെ ഒരു വശത്തായി മറ്റുള്ളവർ ഇരിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ നീളൻ കൈയുള്ള കസേരയിൽ നല്ല തടിയുള്ളതും ചുവന്ന വട്ടമുഖക്കാരനുമായ ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിശ്ചയമില്ലാതെ പകച്ചുപോയ ഒലിവറുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ബംബിൾ പറഞ്ഞു, അവരെ തലകുനിച്ച് വണങ്ങൂ. ഇത്രയും മനുഷ്യരെ ഒന്നിച്ച് കാണാനിടയായ അവൻ ഭയന്ന് വിറച്ചുപോയി. കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്ന് താഴേക്ക് ഉരുണ്ടു വീണുകൊണ്ടിരുന്നതിനാൽ അവിടെ ഇരിക്കുന്നവർ അവൻ്റെ കാഴ്ചയിൽ നിന്നും മറയ്ക്കപ്പെടുകയും മേശയെ നോക്കി അവൻ ഉപചാരം അർപ്പിക്കുകയും ചെയ്തു. ഉയർന്ന ഇരിപ്പിടത്തിലിരുന്ന മാന്യൻ അവനെ നോക്കി ചോദിച്ചു, കുട്ടി, നിന്റെ പേരെന്താണ്? എന്താണ് പറയേണ്ടതെന്നറിയാതെ ഒലിവർ വിറയ്ക്കുകയാണ്. അവൻ്റെ നാവിൽ നിന്നും യാതൊന്നും പുറത്തേക്ക് വന്നില്ല. കലിപൂണ്ട കപ്പിയാർ അവൻ്റെ തോളിൽ പ്രഹരിച്ചു. അവൻ അയ്യോ എന്ന് നിലവിളിച്ചുപോയി. ഭയവും വേദനയും ഒന്നിച്ചനുഭവപ്പെട്ട അതേ സമയത്ത് തന്നെയാണ് അവൻ തൻ്റെ പേരുച്ചരിച്ചത്. എന്നാൽ അവൻ എന്താണ് പറഞ്ഞതെന്ന് അവിടെ കൂടിയിരുന്നവർക്ക് മനസ്സിലായില്ല. വെള്ളക്കോട്ടിട്ട തടിച്ച മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു, ഇവനൊരു മരമണ്ടനാണെന്ന് തോന്നുന്നു. ഉയർന്ന ഇരിപ്പിടത്തിലിരുന്ന മനുഷ്യൻ അവനോടുള്ള കാരുണ്യം ഒട്ടും നഷ്ടപ്പെടാത്ത വിധത്തിലാണ് സംസാരിച്ചത്. അദ്ദേഹം അവനെ ഓർമ്മിപ്പിച്ചു, കുഞ്ഞേ, നീ ഇവിടെ ശ്രദ്ധിക്കുക. നീ ഒരു അനാഥനാണെന്ന കാര്യം നിനക്കറിയാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് സാർ? അവൻ പതുക്കെ ചോദിച്ചു. സംശയമില്ല, ഇവനൊരു മണ്ടൻ തന്നെ, വെള്ളക്കുപ്പായക്കാരൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ഉയർന്ന ഇരിപ്പിടത്തിലിരുന്ന ആളൊഴികെ മറ്റെല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഉയർന്ന ഇരിപ്പിടത്തിലിരുന്ന മാന്യൻ മറ്റുള്ളവരെ ശാസിച്ചുകൊണ്ട് അവനോട് വീണ്ടും പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, നിനക്ക് അച്ഛനോ അമ്മയോ ഇല്ല. നിന്നെ ഏറ്റെടുത്ത് ഇക്കാലമത്രയും വളർത്തിയത് പള്ളിവക അനാഥാലയമാണ്. അക്കാര്യം നിനക്കറിയാമോ? അറിയാം സാർ, അവൻ വിതുമ്പിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത്. നീ എന്തിനാണ് കരയുന്നത്? വെള്ളക്കോട്ടുധാരിയായ മനുഷ്യൻ അവനോട് ചോദിച്ചു. കൊള്ളാം, ഇത് തികച്ചും അസാധാരണം തന്നെ. ഈ കുട്ടി എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാൾ പിറുപിറുത്തു. മറ്റൊരു മാന്യൻ അവനോട് ചോദിച്ചു, കുട്ടി, നീ നിന്നെ സംരക്ഷിച്ചവർക്ക് വേണ്ടിയും നിനക്ക് ഭക്ഷണം നൽകിയവർക്ക് വേണ്ടിയും ഒരു നല്ല ക്രിസ്ത്യാനിയെപ്പോലെ എന്നും പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ട് സാർ. ഒലിവർ അങ്ങനെ പറഞ്ഞെങ്കിലും താനൊരു ക്രിസ്തുമത വിശ്വാസിയാണെന്നോ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ അവൻ അറിയില്ലായിരുന്നു. അക്കാര്യമൊന്നും ഇന്നേ വരെ അവനെ ആരും പഠിപ്പിച്ചിരുന്നുമില്ല. വളരെ നല്ലത്, ആ മാന്യൻ പ്രതികരിച്ചു. തുടർന്ന് ഉയർന്ന വേദിയിലിരുന്ന ചുവന്ന മുഖക്കാരനായ മനുഷ്യൻ അവനോട് പറഞ്ഞു, കുഞ്ഞേ, നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാനും ഒരു തൊഴിൽ പഠിപ്പിക്കാനുമാണ്. അതുകൊണ്ട് നാളെ മുതൽ നീ കൃത്യം 6 മണിക്ക് തന്നെ ഉണർന്ന് ഓക്കുമരത്തിൻ്റെ നാരുകൾ ശേഖരിച്ചുകൊണ്ട് പഠനം തുടങ്ങണം. നിനക്ക് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവൻ തലയാട്ടി. ഒലിവർ ട്വിസ്റ്റിനെ സംബന്ധിച്ച ബോർഡിൻ്റെ ഔദ്യോഗിക കൂടിച്ചേരൽ അങ്ങനെ അവസാനിച്ചു. അവൻ തിരിഞ്ഞു നിന്ന് ബംബിളിനെ വണങ്ങി. അയാൾ അവനെ മറ്റൊരു വിശാലമായ മുറിയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. അവിടെ അവന് കിടക്കാനുള്ള കട്ടിൽ അയാൾ ചൂണ്ടിക്കാണിച്ചു. വളരെ പഴകിയതും ചകിരിനാരുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായ ഒരു പരുക്കൻ കിടക്കയായിരുന്നു അത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലെ മഹത്തായ നിയമമാണിത്. എന്ത് കഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അന്ന് രാത്രിയിൽ പാവം ഒലിവറിന് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്തെല്ലാമോ ചിന്തിച്ചുകൊണ്ട് തൻ്റെ പുതിയ കട്ടിലിൽ കിടന്നു. അവൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അന്നേ ദിവസം ബുദ്ധിമാന്മാരുടെ കൂട്ടമായ ബോർഡ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവനത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. രാത്രി മുഴുവനും നിശബ്ദനായി കരയാനല്ലാതെ അവന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരായ ബോർഡംഗങ്ങൾ സമൂഹത്തിലെ മാന്യന്മാരാണ്. ബുദ്ധിമാന്മാർ എന്ന് സ്വയം അഹങ്കരിക്കുന്നവരുമാണ്. ആശ്രയമില്ലാത്ത മനുഷ്യർക്ക് ആശ്രയമേകുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങളായ മനുഷ്യർ അവരുടെ ബുദ്ധിയുള്ള ചിന്തകളെ ശിരസാ വഹിക്കണമെന്ന് അവർക്ക് നിർബന്ധവുമുണ്ട്. പാവങ്ങൾക്കായി അവർ എല്ലാം നൽകാൻ സന്നദ്ധരാകുന്നു. അത്തരക്കാർക്ക് തൊഴിലൊന്നും എടുക്കാതെ തന്നെ അവിടുത്തെ അടുക്കളയിൽ നിന്നും മൃഷ്ടാന്നം ഭക്ഷിക്കാം. എപ്പോൾ വേണമെങ്കിലും കടന്നു വന്ന് ആവശ്യമുള്ളത് സ്വീകരിക്കാം. ഈ വക ചിന്തകളൊക്കെ അവരുടെ പൊങ്ങച്ചത്തിൻ്റെ ബാക്കി പത്രം മാത്രമാണ്. എന്നാൽ ഈ ബുദ്ധിമാന്മാരുടെ കൂട്ടം ഇതിനെല്ലാം കണക്ക് പറഞ്ഞ് പണം വാങ്ങുന്നുണ്ട്. എങ്കിലും അവർ പറയുന്നത് അവരുടെ മഹത്തായ സേവനത്തെ പാവങ്ങൾ മാനിക്കുന്നുണ്ടെന്നാണ്. ആവശ്യത്തിലധികം വെള്ളം അന്തേവാസികൾ ഉപയോഗിക്കാതിരിക്കാൻ അവർ ജാഗ്രത കാണിക്കുന്നു. ആവശ്യത്തിന് ഭക്ഷണം നൽകിയാൽ അവർ ചീത്തയായി പോകുമെന്ന് ബോധ്യമുള്ളതിനാൽ അവരുടെ വിശപ്പിനെ എപ്പോഴും സജീവമാക്കി നിലനിർത്താൻ പരിശ്രമിക്കുന്നു. 3 നേരവും സമയാസമയം ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും അതെത്രമാത്രം നേർത്തതായിരിക്കണം എന്ന കാര്യത്തിൽ അവർ അതീവ ജാഗ്രത കാണിക്കുന്നു. ആഴ്ചയിൽ 2 സവാളയ്ക്കപ്പുറം ഒരു അന്തേവാസി കഴിക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നു. ഞായറാഴ്ചകളിൽ അതിവിശിഷ്ടമായ ഗോതമ്പ് റൊട്ടി 2ആയി മുറിച്ച് വീതിച്ച് നൽകാൻ നിർദ്ദേശിക്കുന്നു. ഇതൊക്കെ ആ തൊഴിലിടത്തിൽ ലംഘിക്കാനാവാത്ത നിയമങ്ങളാണ്. ബുദ്ധിമാന്മാർ പാവങ്ങളോട് കാണിക്കുന്ന കാരുണ്യമായി മാത്രം ഇതിനെ കണ്ടാൽ മതിയെന്ന് അഭിപ്രായവും അവർക്കുണ്ട്. അതിനുള്ളിലെ എല്ലാ അന്തേവാസികളും എല്ലും തോലുമായി മാറിക്കഴിഞ്ഞിരുന്നു. അവരുടെ കണ്ണുകൾ കുഴിഞ്ഞ് തലയോട്ടിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു.
ഭയം മാത്രമായിരുന്നു അവരുടെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നത്. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു മിസ്സിസ് മാനിൻ്റെ പീഡനങ്ങളെന്ന് ഒലിവർ ഓർത്തു. അവിടെ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഏകദേശം സമപ്രായക്കാരായിരുന്നുവെങ്കിൽ ഇവിടെ താനാണ് ഏറ്റവും പ്രായം കുറഞ്ഞവൻ. അവരിൽ നല്ലൊരു പങ്കും വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരും ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരും മുരടന്മാരുമായിരുന്നു. അവരുടെ ഇടയിലുള്ള ജീവിതം ഒലിവർക്ക് ദുസ്സഹമായിരുന്നു. കരിങ്കല്ലുകൾ പാകിയ ഒരു വലിയ ഹാളിലായിരുന്നു ഒലിവർ ഉൾപ്പെടെയുള്ള അന്തേവാസികൾ കിടന്നിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായി ഒരു മുറിയുമുണ്ടായിരുന്നു. അവിടെയാണ് മെസ്സ്. അതിനോട് ചേർന്നുള്ള കൊച്ചുമുറിയിൽ സംരക്ഷകനായ മനുഷ്യനും അയാളെ സഹായിക്കാനായി 2 സ്ത്രീകളുമുണ്ടായിരുന്നു. സമയാസമയങ്ങളിൽ കഞ്ഞിയുമായി എത്തിയിരുന്നത് സംരക്ഷകനായ മനുഷ്യനാണ്. എല്ലാവർക്കും ഒരേ അളവിലാണ് കഞ്ഞി വിളമ്പിയിരുന്നത്. 3 നേരവും അതുതന്നെ. കഞ്ഞി എന്നതിനെ പറയാനാവില്ല. കഞ്ഞി വെള്ളമെന്ന് വേണമെങ്കിൽ വിളിക്കാം. എത്ര ഇളക്കി നോക്കിയാലും അല്പം വറ്റ് അതിൽ കണ്ടെത്തുക പ്രയാസകരമായിരിക്കും. വിശേഷ ദിവസങ്ങളിൽ മാത്രം അല്പം ബ്രെഡും ബട്ടറും കിട്ടിയാലായി. ഇതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് മിസ്സിസ് മാൻ നൽകിയിരുന്നതെന്ന് ഒലിവർ സങ്കടത്തോടെ ഓർത്തു. റേഷൻ അനുസരിച്ച് ഓരോരുത്തരുടെയും കപ്പിലേക്ക് ഓരോ തവി വിളമ്പിയാൽ പിന്നീട് അല്പം കൂടി രണ്ടാമത് ആവശ്യമുണ്ടെങ്കിലും നൽകാറില്ല. സംരക്ഷകനെ ഭയന്ന് ആരും രണ്ടാമത് ചോദിക്കാറുമില്ല. അതാണ് പതിവ്. നൽകുന്നത് കുടിച്ചിട്ട് പോവുക. കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം പിന്നീട് കഴുകി വെക്കേണ്ടതില്ല. കാരണം അവർ ഓരോരുത്തരും പാത്രം നക്കി തുടച്ച് വൃത്തിയാക്കിയാണ് വെക്കുന്നത്. അവർക്ക് അത്രമാത്രം വിശപ്പുണ്ടായിരിക്കും. കിട്ടിയത് കുടിച്ചു കഴിഞ്ഞ് കുട്ടികൾ പിന്നെയും കഞ്ഞി കൊണ്ടുവന്ന ചെമ്പ് പാത്രത്തിലേക്ക് ആർത്തിയോടെ നോക്കിയിരിക്കും. അവർക്ക് വയറിൻ്റെ ഒരു കോണിൽ പോലും പറ്റാനുള്ളത് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒലിവറും മറ്റു കുട്ടികളും ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ ഓരോ ദിവസം കഴിയും തോറും മെലിഞ്ഞു വന്നു. അവരുടെ എല്ലുകൾ ഓരോന്നും പുറമേ നിന്നും കൃത്യമായി എണ്ണിപ്പെറുക്കാവുന്ന അവസ്ഥയിലാണ്. ഉടുക്കാനുള്ള വസ്ത്രത്തിൻ്റെ കാര്യവും ഇതുതന്നെ. ഒരു ജോഡിയാണ് ആകെ നൽകുന്നത്. അതുതന്നെ തിരിച്ചും മറിച്ചും ഉപയോഗിച്ച് കീറിപ്പറിഞ്ഞിട്ടുണ്ടാകും. ഓരോ ദിവസം കഴിയും തോറും വസ്ത്രത്തിൻ്റെ വലിപ്പം കൂടുകയും ശരീരത്തിൻ്റെ വലിപ്പം കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒലിവർ അവിടെ എത്തിയിട്ട് 3 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപ്പോഴാണ് ആ സംഭവമുണ്ടായത്. ഒലിവറിൻ്റെ തൊട്ടടുത്ത് കിടക്കാറുണ്ടായിരുന്നതും അവിടുത്തെ അന്തേവാസികളിൽ വെച്ച് ഏറ്റവും മുതിർന്നവനും കൈക്കരുത്തുണ്ടായിരുന്നവനുമായ ഒരു കുട്ടി എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രിയിൽ എനിക്ക് 1 പിഞ്ഞാണം കഞ്ഞി അധികമായി കിട്ടിയില്ലെങ്കിൽ രാത്രിയിൽ വിശപ്പ് സഹിക്കാനാവാതെ ഞാൻ നിങ്ങളിൽ ഏറ്റവും ദുർബലനായവനെ പിടിച്ചു തിന്ന് വിശപ്പ് മാറ്റും. വിശപ്പ് അത്രമാത്രം അവനെ വന്യമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. വിശപ്പ് മാറ്റാനായി എന്തും ചെയ്തു പോകുന്ന അവസ്ഥയിലാണവൻ. അവൻ്റെ വാക്കുകൾ കേട്ട് മറ്റു കുട്ടികൾക്ക് ഭയമായി. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ക്രൂരനാണ് ആ മുതിർന്നവൻ. അവനിൽ ദയയെന്ന് പറയുന്നത് അശേഷം പോലും അവശേഷിച്ചിട്ടില്ല. അവൻ പറഞ്ഞാൽ അതുതന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. ഒരു കാട്ടുപോത്തിൻ്റെ ജന്മമാണവൻ. ഏറ്റവും കൂടുതൽ ഭയന്നത് ഒലിവറാണ്. കാരണം അവൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒലിവർ കിടന്നിരുന്നത്. മാത്രവുമല്ല, അവരിൽ വെച്ച് ഏറ്റവും ചെറുപ്പവും വലിപ്പക്കുറവും ഒലിവറിനായിരുന്നു. കുട്ടികൾ കൂടിയിരുന്ന് ആലോചിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അവൻ രാത്രിയിൽ ആരെയെങ്കിലും പിടിച്ചു തിന്നുമെന്ന് ഉറപ്പാണ്. അവന് മാത്രമായാലും മതി. ഒരു കോപ്പ കഞ്ഞി കൂടി അധികമായി വാങ്ങി നൽകാൻ വല്ല വഴിയുമുണ്ടോ എന്നാണ് ആ കുരുന്നുകൾ ചിന്തിച്ചത്. എന്നാൽ വിളമ്പുന്നവനോട് ഇക്കാര്യം ഉന്നയിക്കാൻ അവരിൽ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അവരോരോരുത്തരും അത്തരമൊരു ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഒടുവിൽ ഒരു പേര് നറുക്കിട്ടെടുക്കാൻ തീരുമാനിച്ചു. ദൗർഭാഗ്യവശാൽ നറുക്കു വീണത് ഒലിവറിൻ്റെ പേരാണ്. വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള സമയം അറിയിച്ചുകൊണ്ട് വിസിൽ മുഴങ്ങി. എല്ലാ അന്തേവാസികളും അവരവരുടെ കഞ്ഞിപ്പാത്രങ്ങളുമായി ഇരിപ്പുറപ്പിച്ചു. കഞ്ഞി വിളമ്പുന്നതിനുള്ള ചെമ്പുപാത്രവുമായി വിളമ്പൽകാരൻ സഹായികളായ 2 സ്ത്രീകളുമായി എത്തി. കഞ്ഞി അളന്ന് തിട്ടപ്പെടുത്തി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നത് വിളമ്പലുകാരനായ പുരുഷനായിരുന്നു. കിട്ടിയത് പെട്ടെന്ന് തന്നെ എല്ലാവരും ഒത്തിക്കുടിച്ചു. പാത്രം നക്കിത്തുടച്ച് വൃത്തിയാക്കി. ഓരോരുത്തരും മാറി മാറി ഒലിവറിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഒലിവറിൻ്റെ തൊട്ടടുത്തിരുന്നവൻ അവൻ്റെ മുതുകത്ത് ആഞ്ഞമർത്തിക്കൊണ്ട് നറുക്കെടുപ്പിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു. തന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല നിർവഹിക്കാനായി ഒലിവർ പതുക്കെ എഴുന്നേറ്റ് വിളമ്പുകാരൻ്റെ നേർക്ക് നടന്നെടുത്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പിഞ്ഞാണം അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സർ, ദയവുണ്ടായി എനിക്ക് അല്പം കഞ്ഞി കൂടി തരണം. പൊണ്ണത്തടിയനായ ഒരു മനുഷ്യനായിരുന്നു വിളമ്പുകാരൻ. അത്യാവശ്യം കായിക ശേഷിയുള്ളവനുമാണ്. എങ്കിലും ഒലിവറിൻ്റെ ആവശ്യം കേട്ടപാടെ അയാളുടെ ശരീരം വിറയ്ക്കുകയും മുഖം വിളറി വെളുക്കുകയും ചെയ്തു. താഴേക്ക് വീണുപോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ അയാൾ കഞ്ഞി കൊണ്ടുവന്ന ചെമ്പുപാത്രത്തിൽ മുറുകെ പിടിച്ചു. കൂടെയുണ്ടായിരുന്ന സഹായികൾ ഇത് കണ്ട് ഭയന്നു വിറച്ചു. കുട്ടികൾക്കും ഭയമായി. അവർ നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പരിസരബോധം വീണ്ടു കിട്ടിയവനെപ്പോലെ വിളമ്പുകാരൻ ദയനീയമായ സ്വരത്തിൽ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. താൻ കേട്ടത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താനായി ഒരിക്കൽ കൂടി ചോദിച്ചു, നീ എന്താണ് പറഞ്ഞത്?
സർ, എനിക്ക് അല്പം കഞ്ഞി കൂടി വേണം. പെട്ടെന്ന് അയാൾ തൻ്റെ കയ്യിലിരുന്ന തവി കൊണ്ട് ഒലിവറിൻ്റെ തലമണ്ട നോക്കി ആഞ്ഞടിച്ചു. അടികൊണ്ട ഒലിവർ താഴേക്ക് വീണു. അയാൾ ഒരു വലിയ ശത്രുവിനെ നേരിടുന്ന ഭാവത്തിൽ തന്നെ ഒലിവറിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് പിന്നിലേക്ക് പിണച്ചു വെച്ചിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ബമ്പിൾ സാർ, ബമ്പിൾ സാർ, ഓടി വരണേ, ഓടി വരണേ. കഞ്ഞിവെപ്പുകാരൻ്റെ നിലവിളി കേട്ട ബമ്പിൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും ഓടിയെത്തി. കാര്യമറിഞ്ഞപ്പോൾ അയാൾ ആകെ പകച്ചു പോയിരുന്നു. അതിനും അപ്പുറത്തുള്ള ഹാളിൽ ബോർഡംഗങ്ങൾ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. ബമ്പിൾ നേരെ അങ്ങോട്ടോടി. ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരുന്നിരുന്ന മനുഷ്യനോടായി വിറച്ചുകൊണ്ട് ബമ്പിൾ പറഞ്ഞു, മിസ്റ്റർ ലിപ്കിൻസ്, അങ്ങെന്നോട് പൊറുക്കണം. ഒലിവർ ട്വിസ്റ്റ് കൂടുതൽ കഞ്ഞി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തോ ഭീകരമായ ഒന്ന് സംഭവിച്ചിരിക്കുന്നത് പോലെ ഓരോ ബോർഡംഗങ്ങളും അമ്പരപ്പോടെ ബമ്പിളിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്ത്? കൂടുതൽ ചോദിച്ചെന്നോ? മിസ്റ്റർ ലിപ്കിൻസ് അമ്പരപ്പോടെ ബമ്പിളിൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയിട്ട് തുടർന്നു, അത്താഴത്തിന് അവൻ അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെട്ടെന്നാണോ ബമ്പിൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ സർ, അങ്ങനെ തന്നെ, ബമ്പിൾ മറുപടി പറഞ്ഞു. എനിക്ക് അന്നേ അറിയാമായിരുന്നു ആ ചെക്കനെ ഒരു നാൾ തൂക്കിലേറ്റേണ്ടി വരുമെന്ന്. വെള്ളക്കോട്ടുധാരിയായ ബോർഡ് മെമ്പർ അല്പം പരിഹാസത്തോടെ കൂട്ടിച്ചേർത്തു. തങ്ങളുടെ സഹപ്രവർത്തകന്റെ പ്രവചനത്തെ ആരും എതിർത്തില്ല. അവരെല്ലാം അത് മനസ്സാ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ബോർഡംഗങ്ങൾ കൂടിച്ചേർന്ന് ഒലിവർ ട്വിസ്റ്റിനെ അവിടെ തുടരാൻ അനുവദിക്കുന്നത് അപകടമാണെന്ന തിരിച്ചറിവിലേക്ക് എത്തുകയും അവനെ അവിടെ നിന്നും ഒഴിവാക്കുന്നതുവരെ ഏകാന്ത തടവിലിടാനും വിധിച്ചു. അങ്ങനെ ഒലിവർ ട്വിസ്റ്റിനെ ഒരു ഇരുട്ടുമുറിയിൽ അടച്ചു. തൊട്ടടുത്ത ദിവസം ആ അഗതി മന്ദിരത്തിൻ്റെ ഗേറ്റിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. അതിപ്രകാരമായിരുന്നു, ഒലിവർ ട്വിസ്റ്റ് എന്ന അനാഥച്ചക്കനെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്ക് പള്ളിവക 5 പൗണ്ട് പാരിതോഷികം നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവനെ ഏറ്റെടുക്കുന്നത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, അവനെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരു സഹായിയായി ഉപയോഗിക്കാനും കഴിയും. കൂടാതെ 5 പൗണ്ടും ലഭിക്കും. തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ അഗതി മന്ദിരത്തിൻ്റെ ഗേറ്റിൽ ഇത്തരമൊരു പരസ്യം തൂങ്ങിക്കിടക്കുന്നത് കണ്ട വെള്ളക്കോട്ടിട്ട മാന്യൻ ഗേറ്റിൽ ആഞ്ഞു തട്ടിക്കൊണ്ട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്, എൻ്റെ നാളിതുവരെയുള്ള ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. എനിക്കുറപ്പുണ്ട് ആ ചെക്കനെ ഒരിക്കൽ തൂക്കിലേറ്റേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെള്ളക്കോട്ടിട്ട മാന്യൻ്റെ പ്രവചനവും കണ്ടെത്തലും ശരിയാണെന്നോ തെറ്റാണെന്നോ എനിക്കറിയില്ല. എങ്കിലും ഒലിവറിൻ്റെ ജീവിതം കൂടുതൽ സങ്കീർണതകളിലേക്ക് നീങ്ങുകയായിരുന്നുവെന്ന കാര്യം എനിക്കുറപ്പിച്ച് പറയാനാവും.